കോൺഗ്രസിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കച്ചമുറുക്കുന്ന എംപിമാരുടെ മോഹം പൂവണിയുമോ? പാർട്ടി പച്ചക്കൊടി കാട്ടുമോ? സ്ഥാനാർത്ഥി നിർണയത്തിന് പൊതുമാനദണ്ഡങ്ങൾ സംബന്ധിച്ച് ആദ്യഘട്ട ചർച്ച പൂർത്തിയാക്കി കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി. മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന എംപിമാർക്ക് സീറ്റ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ അന്തിമ ധാരണ ആയിട്ടില്ല. ദേശീയ നേതൃത്വം കൂടി ഇടപെട്ടുകൊണ്ട് നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷമാകും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ഇളവുണ്ടായാൽ ആർക്കൊക്കെ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എംപിമാരെ മത്സരിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നു MK രാഘവൻ. ജയസാധ്യത മാത്രമാകണം മാനദണ്ഡം. എംപിമാർ നിന്നാൽ ജയിക്കുന്ന സീറ്റുകളിൽ മത്സരിപ്പിക്കണമെന്ന് MK രാഘവൻ മാതൃഭൂമി ന്യൂസിനോട് പറയുകയും ചെയ്തു. അപ്പോൾ എംപിമാരുടെ നിയമസഭാ മോഹം പൂവണിയുമോ എന്നതാണ് ചോദ്യം. പരിശോധിക്കാം. EV ഉണ്ണികൃഷ്ണൻ എന്നോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. EV, അതായത് എംപിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയോ മത്സരിച്ചതോ അത് പുതിയ കാര്യമല്ല, ആദ്യ കാര്യമല്ല. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ജയിച്ചേ മതിയാകൂ. ഓരോ സീറ്റും വളരെ നിർണായകമാണ്. ആ നിലയ്ക്ക് ഒരു ഡസനോളം അല്ലെങ്കിൽ 10ഓളം എംപിമാർ ഇങ്ങനെ മോഹവുമായി നിൽക്കുകയാണ്. അങ്ങ് കാസർഗോഡ് നിന്നും അങ്ങ് തിരുവനന്തപുരം വരെയുള്ള പല എംപിമാരും. കോൺഗ്രസിൽ ഇത് സാധ്യമാണോ? നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഒരു മാനദണ്ഡമുണ്ടല്ലോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണ മത്സരിക്കാറുണ്ട്. പിന്നെ മാത്രമല്ല, ഇത്തവണ മത്സരിക്കാൻ കുറേ അധികം മുതിർന്ന നേതാക്കൾക്ക് താല്പര്യമുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന താല്പര്യം കൊടിക്കുന്നിൽ സുരേഷ് മുതൽ K സുധാകരൻ മുതൽ ഇപ്പോൾ MK രാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, തെക്ക് ഭാഗത്ത് നോക്കിയാൽ അടൂർ പ്രകാശ് തുടങ്ങിയ വലിയ നിര നേതാക്കളുണ്ട്. യുവാക്കളുമുണ്ട്. ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ഹൈബി ഉടൻ പോലും എറണാകുളത്ത് കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ താല്പര്യമുണ്ട്. അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ ഉണ്ട് എന്നാണ് അദ്ദേഹം അത്തരമൊരു താല്പര്യം പ്രകടിപ്പിച്ചതായാണ് അറിയുന്നത്. ഏതായാലും നിലവിൽ അത്തരം ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന തരത്തിലാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഇടപെടൽ. ഇന്നും KC വേണുഗോപാൽ പറഞ്ഞത് താൻ മത്സരിക്കുന്നില്ല എന്നത് തന്നെയാണ്. അപ്പോൾ ഇനി കൂടുതൽ ആളുകൾ അത്തരം ആവശ്യവുമായി പരസ്യ പ്രതികരണത്തിലേക്ക് വരേണ്ടതില്ല എന്ന് തന്നെയായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കാര്യം നമുക്ക് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനമേ അങ്ങനെ ഒരു പോളിസിയെ നടപ്പാക്കാൻ പാടില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഒന്ന് നോക്കുക, അനാവശ്യമായിട്ടുള്ള എത്ര ചെലവുകൾ ഉണ്ടാകുന്നു. കാരണം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ എന്തൊക്കെ 3 സൈഡിൽ നിന്നും ഉണ്ടാകുന്ന, കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമല്ലോ. അതുമൂലം സംസ്ഥാനം ഉണ്ടാകുന്ന നമുക്ക് വ്യക്തിപരമായി നമ്മുടെ നികുതി പണം പോലും ചെലവാക്കപ്പെടുകയാണ്. സത്യത്തിൽ പിന്നീട് ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പരാജയമാണ്. പ്രജീഷ് പറഞ്ഞ അതേ പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് ഒരു സ്ഥലത്ത് ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് ഒരു നേതാവ് മാത്രമേ ഉള്ളൂ ഒരു സ്ഥലത്ത് മത്സരിക്കാൻ എന്ന് വരുന്നത് ജനങ്ങളുടെ ഉത്തരവാദിത്വമല്ല. നിങ്ങൾക്ക് ജയസാധ്യതയുള്ള ഒരു നേതാവ് ഇല്ലാത്തത് അത് ജനങ്ങളുടെ വോട്ടർമാരുടെ കുറ്റമല്ല, അത് രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ നിങ്ങളുടെ കുറ്റമാണ്. അതിന് ജനങ്ങളുടെ നികുതി പണം എടുത്ത് ചെലവഴിക്കുന്ന അവസ്ഥ ദയനീയ സ്ഥിതിയാണ്. ദൗർഭാഗ്യവശാൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇതിന് ഭേദഗതിയൊക്കെ വരുത്തണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. കാരണം എന്താ പറയുക, അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ രാജിവെച്ചിട്ട് പോകണം. രാജിവെച്ചിട്ട് കാണിക്കണം. അല്ലാതെ പിന്നെ ഒരു ജനപ്രതിനിധി ഒരു പദവി വഹിച്ചുകൊണ്ട് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് മത്സരിക്കുക, വീണ്ടും അവിടെ ജയിക്കുകയാണെങ്കിൽ ജനങ്ങൾ ഇങ്ങനെ വരുന്ന ആളുകളെ ഒഴിവാക്കുക. അല്ല, അങ്ങനെ ഇങ്ങനെ വരുന്ന ആളുകളെ അങ്ങനെ ജനങ്ങൾ ഒഴിവാക്കണം. അത് ഒരു നമുക്ക് കാണുന്നുണ്ടല്ലോ. വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ ഇത്തരം സാഹചര്യം, ചിലപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഇപ്പോൾ പാലക്കാട് പോലുള്ള സാഹചര്യങ്ങളിലൊക്കെ അവിടെ നിന്ന് ഷാഫി പറമ്പിൽ പോകുമ്പോൾ അവിടെ ഭയങ്കര മത്സരം വന്നു, രാഷ്ട്രീയമായ ഭയങ്കര മത്സരം വന്നുകൊണ്ട് അവിടെ UDF വലിയ ക്ഷീണം. പ്രകാശ് പറയുന്ന കാര്യം എന്താണ്? കോന്നിയിൽ അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട ആൾ പറയുന്ന അടൂർ പ്രകാശ് ഇല്ലെങ്കിൽ അവിടെ മറ്റു ഓപ്ഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ അതെന്ത് രാഷ്ട്രീയമാണ്? അത് കോൺഗ്രസിന്റെ പരാജയമാണ്. അതിനാണ് ജനങ്ങൾ പിന്നെ ഉത്തരം പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഒരു CPM ഒരു സ്ഥാനാർത്ഥി ഇല്ല, പിന്നെ ആലത്തൂരിൽ ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞത് ജനങ്ങളുടെ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി ജനങ്ങൾ തയ്യാറാക്കണം. ഇതിൽ മറ്റൊരു പ്രശ്നം കൂടി ഇപ്പോൾ ഉദിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഇതുവരെയുള്ള ചിത്രം വെച്ച് LDF UDF ആയിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി ഈ രണ്ട് മുന്നണികൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ കളിയിലുണ്ടല്ലോ, ഇതിലൊരു പിന്നെ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ BJPക്ക് വലിയൊരു അവസരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി വരും. കാരണം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ CPM ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും ഒന്നും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രസക്തി ഇല്ല എന്നുള്ള ക്യാമ്പയിൻ BJP തൊടുത്തുവിടുകയും അതിൻ്റെ ചലനങ്ങൾ ചിലപ്പോൾ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഉണ്ടാകും. അതിന് പറ്റിയ മണ്ഡലമാണ് നമ്മുടെ തെക്കൻ കേരളത്തിൽ പറഞ്ഞാൽ ആറ്റിങ്ങൽ. ചുരുക്കത്തിൽ ഉണ്ണിത്താനെ പോലെയുള്ള നിലപാടുകൾ സ്വീകരിക്കണം എംപിമാരല്ലേ? ഇപ്പൊ സീറ്റ് കൊടുത്താലും ഇല്ലെങ്കിലും ഉണ്ണിത്താൻ ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ തുറന്നു പറഞ്ഞ് ഒരുപാട് നേതാക്കന്മാരും ഉണ്ടല്ലേ? ഇല്ല, ഇപ്പോ നമ്മുടെ KC വേണുഗോപാലും പിന്നെ ഉണ്ണിത്താനും മാത്രമേ. KC വേണുഗോപാൽ എന്തായാലും നിലവിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താനില്ല എന്ന് അതിന് ബാക്കി അതിനുശേഷം എന്തെങ്കിലും ക്ലൈമാക്സ് നമുക്കറിയില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ബുദ്ധിയാണല്ലോ. കാരണം അദ്ദേഹം ഒരു പ്ലെയർ ആണ് എന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ട് എന്ന് പരസ്യമാക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതേ നടക്കൂ. അദ്ദേഹം തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള തരത്തിലേക്ക് വരികയും മറ്റുള്ളവർ ഒന്ന് ചവിട്ടുകയും ചെയ്യുമല്ലോ. പിന്നെ അത്ര സാഹചര്യം വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ
ഉള്ള കാര്യങ്ങൾ എന്തായാലും ആരും തീരുമാനിക്കാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു പച്ചക്കൊടി കോൺഗ്രസ് കാട്ടാതിരിക്കുക. അതാണ് ഒരു പക്ഷേ നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നല്ലത്. അതെ, അത് ഓരോ പാർട്ടികളും സ്വയം തീരുമാനിക്കേണ്ടതാണ്. യെസ്, തീർച്ചയായും അതാണ് ഇ വി ഉണ്ണികൃഷ്ണന്റെ നിലപാട്. അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ കച്ചമുറുക്കുന്ന മോഹങ്ങളുമായി നിയമസഭയിൽ കൂടി കൈവച്ചാൽ എന്ത് എന്ന് ഒരു ഡസനോളം കോൺഗ്രസ് എം പിമാർ തന്നെ നേരത്തെ തന്നെ താല്പര്യം പ്രകടിപ്പിച്ചു. ഇനി തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് നേരത്തെ തന്നെ.